നിങ്ങളെല്ലാം കൂടെ കൂടി നിന്നയാക്കിയില്ലേ? ഒന്നോർത്താ മതിയായിരുന്നല്ലോ. അഭിപ്രായ വ്യത്യാസവും ആശയപ്പശകും ഇപ്പം അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പറയാം. എന്നാൽ ഇത്ര ഈ കടുകൈ ചെയ്യരുതാ. സ്തോത്രം. നിങ്ങളെല്ലാം കൂടെ കൂടി, ഒരാളല്ലല്ലോ, നിങ്ങളെല്ലാവരും കൂടെ ചേർന്ന് എൻ്റെ മാനത്തെ നിന്നയാക്കിയില്ലേ? ഒന്നും ഞാനിപ്പോൾ പറയുന്നില്ല. അവൻ ഞങ്ങളുടെ എണ്ണത്തിൽ ഉൾപ്പെട്ടവനായി ഈ ശുശ്രൂഷയിൽ പങ്കു ലഭിച്ചിരുന്നുവല്ലോ. നേരത്തെ ഇവനും ഇത് കൂട്ടത്തിലൊക്കെ നടന്നുകൊണ്ടിരുന്നതാ. അപ്പം നുറുക്കിയപ്പോഴും ഉണ്ടായിരുന്നു, അക്കരെ വള്ളത്തെ കയറിപ്പോയപ്പോൾ ഇവനുണ്ടായിരുന്നു, അത് ഞാൻ ഇവരെ കവർണഭൂമിയിലെ യോഗത്തിന് ഇവൻ ഉണ്ടായിരുന്നു, ഇല്ല ഇവിടുത്തെ ക്രൂസൈഡിന് ഇവൻ ഉണ്ടായിരുന്നു. ഇവനെ മെയിൻ ആളായിരുന്നു. കാരണം ഇവനായി കാശിൻ്റെ ഇടപാടെല്ലാം നടത്തിക്കൊണ്ടിരുന്നു. അപ്പം കാശിൻ്റെ ഇടപാട് ഇവനായതുകൊണ്ട് ഇവൻ എല്ലാ യോഗത്തിനും മിണ്ടുന്നില്ല. പണസഞ്ചി അവന്റെ പക്കൽ ഉള്ളതുകൊണ്ട് ആകെ കൊണ്ടും, അങ്ങനെ ആ പുസ്തകത്തിൽ എഴുതി അല്ലേ? അവൻ കള്ളനാകും. അത് ഞാനിപ്പോ എങ്ങനെ പറയാനാ? വായിച്ചേ യോഹന്നാന്റെ സുവിശേഷം 12-ാം അധ്യായത്തിന്റെ 4 മുതൽ വായിച്ചു. ബെഥാനിയിലെ വീട്ടിലെ അത്താഴം ഒരുക്കിയപ്പോൾ ചെന്നല്ലോ, ആ സംഭവമാണ്. മറിയ സ്വച്ഛ ജഡമാംസ തൈലം ഒഴിച്ചല്ലോ. അതാ അവന്റെ ശിഷ്യന്മാരിൽ ഈ തൈലം അല്ലല്ല 4-ാം വാക്യം വായിക്കുക. എന്നാൽ അവന്റെ ശിഷ്യന്മാരിൽ ഒരുത്തനായി അവനെ കാണിച്ചു കൊടുക്കാനുള്ള യൂദാ കാണിച്ചു കൊടുത്ത യൂദ എന്നല്ല, പിന്നെയോ കാണിച്ചു കൊടുക്കാനുള്ള. അപ്പൊ ഇവനെ ഈ ശുശ്രൂഷയിലൊക്കെ ഇരിക്കുമ്പോഴും മറ്റവനെ ഒറ്റാനായിട്ടായിരിക്കുന്നത്. കാണിച്ചു കൊടുത്തില്ല, കൊടുപ്പാനുള്ള യൂദ. അവൻ കത്രിമേശ അടക്കുമ്പോഴും കാണിച്ചു കൊടുക്കാനുള്ള ഉന്നത്തിലാണ് നിൽക്കുന്നത്. കൺവെൻഷനെ കൂടെ വണ്ടിക്കകത്ത് വരുമ്പോഴും അവൻ കാണിച്ചു കൊടുക്കാനാ ഇതിനകത്ത് ഇരിക്കുന്നു. ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുമ്പോഴും അവന്റെ അകത്ത് ഒരു ദിവസം ഞാൻ ഇയാളെ ഒറ്റും. ഇവിടെ നിങ്ങൾക്കൊന്നും ഒക്കെ പിടികിട്ടേണ്ടവർ പിടികിട്ടുന്നുണ്ട്, ഒക്കെ എൻ്റെ പരുവത്തിന് പൊക്കോളും. സ്തോത്രം. ഒന്നുകൂടെ വായിച്ചേ സാറാ തന്നെ അത് വായിക്കണം. 4-ാം വാക്യം ആയത്. എന്നാൽ അവന്റെ ശിഷ്യന്മാരിൽ ഒരുത്തനായി അവനെ കാണിച്ചു കൊടുക്കാനുള്ള യൂദ. അപ്പൊ അവനായി പമ്മി നിന്നതല്ല, ഒരു ദിവസം ഞാൻ ഇയാളെ ഒറ്റു. അന്നോട് ഇയാളുടെ ശുശ്രൂഷയും തീരും, കൺവെൻഷനും തീരും, ഉപവാസ പ്രാർത്ഥനയും തീർത്തും, ഈ ഹെബ്രോൻ സഭയും ഞാൻ പൊട്ടിക്കും. അങ്ങനെ ഇപ്പം പമ്മി നിൽക്കുകയായിരുന്നു. വായിര് യൂദാ ഇസ്കരിയോത്താവ്. എന്നാ പേടി, എന്നാ പുള്ളിയെ പറ്റി വായിക്കാം. ഒന്നുകൂടെ വായിച്ചാൽ. എന്നാൽ അവന്റെ ശിഷ്യന്മാരിൽ ഒരുത്തനായി അവനെ കാണിച്ചു കൊടുക്കാനുള്ള യൂദാ ഇസ്കരിയോത്താവ് ഈ തൈലം 300 വെള്ളിക്കാശിന് വിറ്റ് ദരിദ്രന്മാർക്ക് കൊടുക്കാഞ്ഞത് എന്തേ എന്ന് പറഞ്ഞു. ഇത് ദരിദ്രന്മാരെ കുറിച്ച് വിചാരമൊന്നും ഉണ്ടായിട്ടല്ല. അങ്ങനെ ആത്മഭാരം ഒന്നും ഉണ്ടായിട്ട് നടത്തുന്ന യോഗങ്ങളല്ല. ആത്മാക്കൾ രക്ഷിക്കപ്പെടണം, കുടുംബങ്ങൾ വിടുവിക്കപ്പെടണം, അങ്ങനൊന്നുമല്ല. ഉദ്ദേശം വേറെയാ. ഒറ്റാനാ വിചാരമുണ്ടായിട്ടല്ല. അവിടെ വളരെ സ്പഷ്ടമായിട്ട് എഴുതി, ഇത് ദരിദ്രന്മാരെ കുറിച്ച് വിചാരമുണ്ടായിട്ടല്ല. അങ്ങനൊന്നും അല്ല. പരിശുദ്ധാത്മാവ് കൃത്യമായിട്ട് എഴുതി വെച്ചേക്കുന്നേ. ഇത് ആത്മഭാരം ഒന്നും ഉണ്ടായിട്ട് നടത്തുകയല്ല. ദീപസ്തംഭം മഹാശ്ചര്യം. നമ്പ്യാർ പറഞ്ഞതാ, എൻ്റെ കൊങ്ങായിക്ക് പിടിക്കാൻ വരരുത്. ദീപസ്തംഭം മഹാശ്ചര്യം നമുക്കും കിട്ടണം. അതാ, അല്ലാതെ ആത്മഭാരം ഒന്നും ഉണ്ടായിട്ടില്ല. എങ്ങനെയും 10 എന്തുവാ വ്യൂവേഴ്സിനെ കൂട്ടി നിങ്ങൾ പറ. മരണം വരുമെന്നിന്റെ പണം നൊടി നേരം തിരിയുമ്പോൾ അതിനെല്ലാം ക്ഷണം പൊട്ടിച്ചാരം
മരണം വരുമേ നിന്റെ പണം നോട്ടി നേരം തിരിയുമ്പോൾ അതുമൽ ക്ഷണം പൊട്ടിചാരം ശലോമോനും അറിയുവാൻ കഴിഞ്ഞില്ലതാല് പരനെ വേഗം ചരണമാക്കി മരുവിടണം ധരണിയിൽ മനുജ നീ ധനമതു നിനയാതെ മനുജ നീ ധനമതു നിനയാതെ മനുജ മരണം വരുമേ നിന്റെ മണം നോട്ടി നേരം പിരിയുമ്പോൾ അതുമെല്ലാം ക്ഷണം പൊട്ടിച്ച. ഈ പാട്ടേ എനിക്കതിൻ്റെ എല്ലാ വരിയും ഞാനങ്ങ് മറന്നു. ഇത് പണ്ട് വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ മംഗലാപുരത്ത് മർദ്ദാളം എന്ന സ്ഥലത്തെ ശുശ്രൂഷയ്ക്കായിട്ട് എനിക്കൊന്നൊരു 10-20 വർഷം മുമ്പാണ്. അവിടെ ഒരു പഴയ തറവാടുണ്ട് അമ്പ്രയിൽ. ആ തറവാട്ടിലെ അപ്പച്ചനായിരുന്നു അമ്പ്രയിൽ അപ്പച്ചന് ചാക്കോച്ചൻ. അവര് എനിക്ക് തോന്നുന്നു പാമ്പാടിക്കാരാ. അങ്ങ് കുടിയേറി അവർ കർണാടക സംസ്ഥാനത്ത് ചെന്ന് അവിടുത്തെ ആദ്യത്തെ സുവിശേഷ പ്രവർത്തകരിൽ പ്രധാനപ്പെട്ട ആളാണ് അമ്പറ ചാക്കോച്ചൻ. അദ്ദേഹത്തിൻ്റെ മക്കള് ഉണ്ട്. അതിലൊരു തോമാച്ചാനും പാപ്പച്ചാനും ഉണ്ട്. ഞാൻ ഈ അപ്പച്ചനെ കണ്ടിട്ടില്ല. അപ്പോൾ ഇപ്പോഴും ഞാൻ ഓർക്കുന്നത്, ഞങ്ങളൊരു യാത്രയോഗം കഴിഞ്ഞ് വേറെ സ്ഥലത്തൊരു യോഗം കഴിഞ്ഞ് ഈ അമ്പറ വീട്ടിലാണ് വിശ്രമിക്കുന്നത്. അപ്പോൾ അവിടുത്തെ അമ്പറ ചാക്കോച്ചായൻ്റെ ഒരു മകളുണ്ട്, കുഞ്ഞാവച്ചമ്മ, അൺമാരിയഡാ. മുളക്കുടയിൽ ആദ്യത്തെ ബാച്ച് പഠിച്ചിറങ്ങിയതാണ് അങ്ങ് കുക്കുസാഹിബിൻ്റെ കാലത്ത്. ആ അമ്മച്ചിക്ക് എന്നെ വലിയ കാര്യമായിരുന്നു, വലിയ താല്പര്യമായിരുന്നു. എനിക്ക് വേണ്ടി ഒത്തിരി പ്രാർത്ഥിച്ച അമ്മയാണ് കുഞ്ഞമ്മ. കുഞ്ഞമ്മച്ചി എന്നെല്ലാവരും വിളിക്കും. ആ അമ്മച്ചിയുടെ ഒരു സഹോദരിയുണ്ട്. ആ സഹോദരിയാണ് നമ്മുടെ എം ഇ ചാക്കോ സാറിൻ്റെ ജ്യേഷ്ഠൻ വിവാഹം കഴിച്ചത് മലയമറ്റത്തിലെ പാമ്പാടി എലക്കൊടിഞ്ഞി. ആ അമ്മച്ചിയുടെ മകനാ നമ്മുടെ ജെയിംസ് വർഗീസ്. ഷൂപ്പാസ്റ്റേൻ പഠിപ്പിച്ച് ഓർക്കുന്നത് ജെയിംസ് വർഗീസിൻ്റെ അമ്മയുടെ അപ്പനാണ് അമ്പറ ചാക്കോച്ചൻ. ആ അമ്മാച്ചന്മാരാണ് തോമാച്ചായനും പാപ്പച്ചായനുമല്ല, വേറെ ഉണ്ണിച്ചായനൊക്കെ ഉണ്ട്. അപ്പം ഞാൻ ഈ യോഗം കഴിഞ്ഞ് ഞങ്ങളവിടെ വിശ്രമിക്കുമ്പം ഇപ്പോൾ ഓർക്കുന്ന പഴയ തറവാടാണ്. അരപ്രൈസിൻ്റെ അങ്ങേ തൂണ ചാരി പാപ്പച്ചാനിക്ക് ഇരിക്കും, ഇങ്ങേ തൂണ ചാരി അങ്ങോട്ട് നോക്കി തോമാച്ചാനി ഇരിക്കും. ഇവർ രണ്ടുപേരുടെ നല്ല താളത്തിൽ പാടും. അപ്പോൾ അവർ പാടിയ ഈ പാട്ടിൻ്റെ വരി ഞാൻ കേട്ടത്, പക്ഷേ എല്ലാം അങ്ങ് മറന്നുപോയി. അപ്പോൾ അവിടെ ജോർജ് കുട്ടിച്ചാനുണ്ട്, പുള്ളിക്കറിയാം. ഒരു തമ്പിച്ചാനുണ്ടായിരുന്നു, പുള്ളിക്കും അറിയാം പാട്ട് വരിയല്ല. ഇപ്പോൾ അവർ ഓൺലൈനിലുണ്ടെങ്കിൽ അവരവിടെ ഇരുന്ന് ജോർജ് കുട്ടിച്ചാൻ ഇപ്പം വേണേൽ പറയും പാസ്റ്റർ ഇച്ചിരി തെറ്റി, അത് അങ്ങനല്ലെന്ന് പറയുമെന്ന് എനിക്കറിയാം, ഇച്ചിരി തെറ്റിയെന്ന് എനിക്കും അറിയാം. അപ്പം പൊതുവിൽ തെറ്റാന്നല്ലോ. മരണം വരുമേ നിന്റെ പണം നോട്ടി നേരം പിരിയുമ്പോൾ അതിനെല്ലാം ജനം പൊട്ടിച്ചാരം ശലോമോനും അറിയുവാൻ കഴിഞ്ഞില്ലതാല് പരനെ വേഗം ചരണമാക്കി മരുവിടണം ധരണിയിൽ മനുജ നീ ധനമതു നിനയാതെ മനുജ നീ ധനമതു നിനയാതെ മനുജ. പിന്നൊരിക്കൽ പാടാം. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ ഈ യൂദ ദരിദ്രരോട് അനുകമ്പയോ സ്നേഹമോ ഒന്നും ഉണ്ടായിട്ടില്ല. ഒന്നുകൂടെ വായിച്ചേ സാറാ. ഈ തൈലം 300 വെള്ളിക്കാശിന് വിറ്റ്. തൈലത്തിന്റെ അവിടെ നിൽക്കട്ടെ, അവന്റെ ആ സ്വഭാവ രീതിയാ. 4-ാം വാക്യം ഒന്നുകൂടെ വായിച്ചേ. എന്നാൽ അവന്റെ ശിഷ്യന്മാരിൽ ഒരുത്തനായി അവനെ കാണിച്ചു കൊടുപ്പാനുള്ള യൂദാ ഈസ്കരിയോത്താവ് ഈ തൈലം 300 വെള്ളിക്കാശിന് വിറ്റ്. ഈ തൈലം 300 വെള്ളിക്കാശിന് വിറ്റ് ദരിദ്രന്മാർക്ക് കൊടുക്കാഞ്ഞത് എന്തേ എന്ന് പറഞ്ഞു. ഇത് വിറ്റ് ദരിദ്രന്മാർക്ക് കൊടുക്കാഞ്ഞത് എന്ത്? അവന്റെ ചോദ്യം ഇടുക എന്ത്? പിന്നെ ഇത് ദരിദ്രന്മാരെ കുറിച്ച് വിചാരമുണ്ടായിട്ടല്ല. ചുമ്മാതാ, ഒരു വിചാരം ഉണ്ടായിട്ടല്ല. ഞങ്ങളുടെ നാട്ടിലെ എൻ്റെ വല്യമ്മച്ചി പറയുന്നൊരു പഴഞ്ചൊല്ലുണ്ട്. പഴയ ആൾക്കാർക്ക് ചിലപ്പോൾ അറിയാം. അവൻ കോരനെ ചാരി നമ്പൂരിക്കിട്ടടിക്കുക. കോരനെ ചാരി നമ്പൂരിക്കിട്ടടിക്കുക. ഈ ഡയലോഗ് കേൾക്കുമ്പോൾ ഓർക്കിക്കോ, ഇതുപോലെ ദരിദ്രരോട് അനുകമ്പയുള്ള ഒരു ബ്രദർ. പുള്ളിക്ക് ദരിദ്രരോടും അനുകമ്പയില്ല, സമ്പന്നരോടും അനുകമ്പയില്ല. പുള്ളിക്ക് പുള്ളിയുടെ കാര്യം നടത്തണം. അത് പരിശുദ്ധാത്മാവ് എഴുതിയല്ലോ. അടുത്ത വാക്യം. ഇത് ദരിദ്രന്മാരെ കുറിച്ച് വിചാരമുണ്ടായിട്ടല്ല. അടുത്തത്, അവൻ കള്ളനാകും. അവൻ
ഇവൻ കള്ളനായി. 12 പേരിൽ ഒരുത്തൻ ഇവൻ കള്ളനാ. ഇവൻ കള്ളനാകൊണ്ടും പണസഞ്ചി തന്റെ പക്കലാകയാൽ മെയിൻ വിഷയം അതാ. അതിലിട്ടത് എടുത്തു വന്നത് ഇതിലിട്ടത് ഇവൻ എടുത്തോണ്ട് വരിക. യേശു ഇതൊന്നും അറിയുന്നുമില്ല. അവൻ ഇങ്ങനെ ഇത് ഇട്ടത് എടുത്തോണ്ടിരിക്കുക. സ്തോത്രം. എടുത്തെടുത്ത് ഇവൻ വലിയ എമൗണ്ട് വരെ എടുത്തു. അതിപ്പോ അത്ര നിൽക്കണ്ടേ, പിന്നീട് പറയാം. പണസഞ്ചി ഇവന്റെ പക്കലാകെ കൊണ്ടും അതിലിട്ടത് എടുത്തു വന്നതുകൊണ്ടും അത്രേ പറഞ്ഞത്. അല്ലാതെ ആത്മഭാരം ഒന്നും ഉണ്ടായിട്ട് പറഞ്ഞല്ല. അവനെന്നും ഇത് അടിച്ചു മാറ്റുകയും ചെയ്യും. എന്ന് വെച്ചപ്പം പൂള് വെച്ച് കൊടുക്കും. അയ്യോ ഇതൊക്കെ ദരിദ്രന്മാർക്ക് കൊടുക്കായിരുന്നേ. എടാ നീ അടിച്ചു മാറ്റി എടുത്ത് കുറച്ച് കൊടുക്കുക ദരിദ്രന്മാർക്ക്. മിണ്ടുന്നില്ല. നീ അടിച്ചു മാറ്റിയത് നീ കുറച്ചെടുത്ത് ചന്ദ്രൻ പാസക്ക് ഇച്ചിരി കൊടുക്കുക, ചൂപ്പാസക്ക് ഇച്ചിരി കൊടുക്കുക, വിഷ്ണുപ്പാസക്കും കൊടുക്കുക. ആ കോട്ടാലി അമ്മ ഉറങ്ങാന്നോ അതിനും ഇച്ചിരി കൊടുക്കുക. എന്നാലും അമ്മ വൈകിട്ട് വന്നല്ലോ. സ്തോത്രം. ചുരുക്കി പറഞ്ഞാൽ ഇവൻ എന്നാ ഈ പണസഞ്ചിയിൽ നിന്ന് എടുക്കുക. എന്നാൽ പിന്നെ ഈ 300 വെള്ളിക്കാശിന് കൊടുക്കാവോ? ഏതായാലും ഞാൻ ഇതിലിട്ടതെന്നും അടിച്ചു മാറ്റുക. ഇനി 30 വെള്ളിക്കാശ്. അത് പോട്ടെ, ഇനി അയാളെ ഒറ്റ കൊടുത്ത് 30 എനിക്ക് വേണ്ട. ഞാനിപ്പം അത് കൂടുതൽ എടുത്തല്ലോ. ഇവിടെ നിങ്ങളല്ല എന്നെ ഇങ്ങനെ നീ എടുത്തത് കൊണ്ട് അങ്ങ് പോ. ഇല്ലില്ല, ഇനിയും ഞാൻ ഒറ്റും. അങ്ങനെ അവൻ മഹാപുരോഹിതന്മാർ എന്ന് പറഞ്ഞു, ഞാൻ ഒറ്റും. അപ്പോൾ അവർ ചോദിച്ചടേ ഞങ്ങൾക്ക് എല്ലാവരും ഒരുപോലെ ഇരിക്കുന്നതുകൊണ്ട് ഇതിലെ ഒരുപോലെ ഇരിക്കുന്നത് ഇത് ഏതാ? അപ്പോൾ ഞാൻ ഒരു ഉമ്മ കൊടുക്കും. അന്നേരം അവിടെ ഞാൻ ആ ഭാഗത്തേക്ക് ഇപ്പം പോകുന്നില്ല. സ്തോത്രം. അവസാനത്തെ ഗതി കണ്ടോ? അപ്പോസ്തല പ്രവൃത്തികളിലെ പുസ്തകത്തിൽ വായിക്കുക. ഒന്നോട് വായിച്ചേ സാറാ. അപ്പോസ്തല പ്രവൃത്തി 17-ാം വാക്യം മുതലല്ലേ വായിച്ചേ? വായിര്. അവൻ ഞങ്ങളുടെ എണ്ണത്തിൽ ഉൾപ്പെട്ടവനായി ഈ ശുശ്രൂഷയിൽ പങ്കു ലഭിച്ചിരുന്നുവല്ലോ. ഇവന് നേരത്തെ ഈ ശുശ്രൂഷയിലൊക്കെ പങ്ക് ലഭിച്ചവനാ. അവന് സ്വോത്ര പ്രാർത്ഥനയ്ക്ക് മുന്നിലുണ്ടായിരുന്നു. ഇടയ്ക്കിടയ്ക്ക് 10 മിനിറ്റ് പ്രസംഗിക്കാനുണ്ടായിരുന്നു. പിന്നെ യോഗത്തിന് പോകാനും വരാനും ഒക്കെ ഉണ്ടായിരുന്നു. സ്തോത്രം. ഷൂപാസ്റ്റ് മൊബൈൽ നോക്കി പറയും പോലെ നന്നായിട്ട് പറയുമായിരുന്നു. അവന് ശുശ്രൂഷയിലുള്ളവനായിരുന്നു. പിന്നെ അവൻ അനീതിയുടെ കൂലി കൊണ്ട് ഇവനെ അങ്ങനെ ഇരുന്നപ്പോ ഇവന് ഇത് ദ്രവ്യാഗ്രഹത്തിന്റെ കൗശല ബുദ്ധിയകത്ത് പിന്നെയും കയറി. അനീതിയുടെ കൂലി കൊണ്ട് ഒരു നിലം മേടിച്ച് തലകീഴായി വീണ് കിടക്കുന്നു. അനീതിയുടെ കൂലി കൊണ്ട് ഒരു നിലം മേടിച്ചു. ഇപ്പം നിലമല്ലായിരിക്കും മേടിക്കുന്ന, വണ്ടിയായിരിക്കും. അവൻ അനീതിയുടെ കൂലി കൊണ്ട് ഒരു നിലം അങ്ങോട്ട് മേടിച്ച് തലകീഴായി വീണു. തലകീഴായിട്ട് ഇവൻ വീണ് നടുവേ പിളർന്ന് അവന്റെ കുടലെല്ലാം തുറിച്ചുപോയി. അയ്യോ, യൂദായിക്കായി ഇത് വന്നത് വേറെ ആർക്കും വരാതിരിക്കട്ടെ. എന്റെ പ്രാർത്ഥനയാടാ. യൂദായിക്ക് ഇത് സംഭവിച്ചു, ഇനി ആർക്കും ഇത് സംഭവിക്കരുതെന്നായി എന്റെ പ്രാർത്ഥന. പക്ഷെ ഇതൊക്കെ പഠിക്കുകയും ധ്യാനിക്കുകയും ചെയ്യുമ്പോൾ ഞാനും നിങ്ങളും നമ്മുടെ ജീവിതത്തെ ഒന്നുകൂടെ ക്രമപ്പെടുത്തിക്കോ. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ഇതുപോലെ ഇവനെ കെട്ടിയാന്നിയത്ത് ഈ അഗീറോബലും അങ്ങനെ തന്നെ അത് പറഞ്ഞപ്പോഴാണ് ഞാൻ ഇതിലോട്ട് വന്നത്. നമുക്ക് പുറകോട്ട് പോകാല്ല, പിന്നെ ഇവിടെ തന്നെ നിന്ന് അവനെ പറ്റി തന്നെ ഇന്ന് പറയേണ്ടി വരും. അതിനെപ്പറ്റി ഞാൻ പിന്നീട് പറയാം. അപ്പം ഇത് കെട്ടിയാന്നിയത്ത് ഒരു നല്ല പ്രയോഗമല്ലല്ലോ. പാസ്റ്റർ അഗീഥോപ്പേൽ എങ്ങനെ മരിച്ചു? കെട്ടിയാന്നിയത്ത് ഒരു സുഖമല്ല. കർത്താവിൽ നിദ്ര പ്രാപിച്ചു, അത് നല്ലതാണ്. കെട്ടിയാന്നിയത്ത് ആർക്കും വരാതിരിക്കട്ടെ. എന്നാൽ അഗീറോബേൽ തന്റെ ആലോചന നടന്നില്ലെന്ന് കണ്ടപ്പോൾ വീട്ടിൽ ചെന്ന് വീട്ടുകാരി ക്രമപ്പെടുത്തി
കെട്ടി ഞാൻ അങ്ങ് ചത്തു, മരിച്ചു. ഒടുവിൽ ഹൂശായിയുടെ ആലോചന പ്രകാരം യുദ്ധത്തിന് പോയി. അബ്ശാലോം ആൾക്കാരെ എല്ലാം സെലക്ട് ചെയ്ത് പോകുക. അപ്പോൾ നമ്മൾ പകൽ ചിന്തിച്ചത് അബിയാരാറിന്റെ സാദോക്കിന്റെ മക്കളാകുന്ന അഹീമാസ് യോനാദാനും ഈ കൽപ്പന കൊടുക്കാൻ, അറിവ് കൊടുക്കാൻ ബഹൂരൂമിൽ ഒരു വീട്ടിൽ ചെന്ന് കിണറ്റിലിറങ്ങി. വീട്ടിലെ അമ്മാമ്മ ഒരു മൂടുവിരി കൊണ്ടുവന്ന് ഈ വേദോസ്തം പഠിച്ച നല്ല മിടുക്കി സ്ത്രീകളുണ്ട്, മിടുമിടുക്കികളുണ്ട്. വേറൊരു തള്ള ഒരു തിരികല്ലെടുത്തൊരു തന്നെ തലയിലോട്ട് ഇട്ട്, അതിൻ്റെ തലയോട്ട് വരെ അത് വേറൊരു തള്ള. വായിച്ചിട്ടില്ലയോ? യോടി ഇസബേലൊന്നും അല്ലെന്ന് അഭിമേലേക്കിൻ്റെ തലയിലോട്ട് റീലമ്പിള്ള എടുത്തിട്ട് മതിലിൻ്റെ അവിടെ നിന്ന് അവനോട് ചെന്നപ്പോൾ തലയോട്ട് പൊളന്ന്. എല്ലാം മിടുക്കി സ്ത്രീകളാണ്. ഇവിടെ ഈ വീട്ടിലെ അമ്മാമ്മയും മിടുക്കിയ ഗോതമ്പിൻ്റെ തരി ചീക്കൊണ്ടിരിക്കുക. വേറൊരു അമ്മാമ്മ ഒരിക്കൽ പറഞ്ഞില്ല, ഒരു കാര്യം ചെയ്യുക, യോവാവിനെ വിളിച്ചു, ഇടേ ഇനി വരാൻ പറഞ്ഞു. അമ്മാമ്മ മതിലിൻ്റെ മേളിൽ കയറുന്ന വെച്ച് പറഞ്ഞ് ഇങ്ങോട്ട് വരാൻ പറഞ്ഞു. ഒരു മാതാവിനെയും ഒരു പട്ടണത്തെ നശിപ്പിക്കരുത്, ഒരു കാര്യം ചെയ്യ്, അവനെയല്ലേ, അവൻ്റെ കാര്യമല്ലേ, അവൻ്റെ തല ഞാൻ കൊണ്ട് തന്നേക്കാന്ന് പറഞ്ഞു. ആ സ്ത്രീ ജ്ഞാനം ഉപയോഗിച്ച്, അങ്ങനെ എഴുതിയിരിക്കുന്നത്, സ്ത്രീ ജ്ഞാനം ഉപയോഗിച്ച് പട്ടണത്തിൽ ചെന്ന് കാര്യങ്ങൾ പറഞ്ഞ് സൂക്ഷാവിൻ്റെ തലയെടുത്ത് അങ്ങോട്ടിട്ട് കൊടുത്തു. അപ്പോൾ പിന്നെ യോവാവെല്ലാത്തിനും അത് ഞാൻ പിന്നെ പറയാം. ഇവിടെ ഈ സ്ത്രീയെ ഗോതമ്പിനെ തരിച്ചെക്കി ലവന്മാർ വന്ന് ചോദിച്ചു, അമ്മാമ്മേ 2 പേര് നീർത്തോട് കഴിഞ്ഞെന്ന് പറഞ്ഞു. അപ്പോൾ ഇവർ പിന്നെ കരയ്ക്കോട്ട് കയറി ദാവീദിന് വന്ന് അറിവ് കൊടുത്തു. അങ്ങനെ ദാവീദ് ഇതിൻ്റെ വെളിച്ചത്തിൽ യോർദാൻ കടവ് കടന്ന് കയറിയ സ്ഥലമാണ് മകനയും. നമ്മൾ പകൽ ചിന്തിച്ചു. അങ്ങനെ മകനയും ചെന്നപ്പോഴാണ് 3 പേര് ഭക്ഷണ പദാർത്ഥങ്ങൾ കൊണ്ട് കൊടുത്തത്. ശോഭി, മാഗീർ, ബർസില്ലായി. കിടക്കകള്, കിണ്ണങ്ങള്, മൺപാത്രങ്ങൾ. ദാവീദിന് കൂടുതൽ ജനത്തിന് ഭക്ഷിപ്പാൻ കോതമ്പ്, യവ, മാവ്, മലര്, അമരക്ക, പയറ്, പരിപ്പ്, തേൻ, വെണ്ണ, ആട്, പശുവിൻ പാൽക്കട്ട എന്നിവയും കൊണ്ടുവന്ന് കൊടുത്തു. ഇതെല്ലാം കൊടുത്തു. ഇവർ ഭക്ഷിച്ച് ബലപ്പെടുക. അപ്പൊ ഇത് കൊടുക്കാൻ കാര്യം, ഓടിപ്പോയ കൂട്ടത്തിൽ ദാവീദ് സങ്കീർത്തനം പാടി. അതാണ് നമ്മൾ പകലെ ചിന്തിച്ച് നടത്തിയത്. ഓടിപ്പോയ കൂട്ടത്തിൽ ദാവീദ് സങ്കീർത്തനം പാടി. 3-ാം സങ്കീർത്തനോ 4-ാം സങ്കീർത്തനോ ഓടിപ്പോയപ്പോൾ പാടിയ സങ്കീർത്തനമാണ്. അതിൽ 3-ാം സങ്കീർത്തനം രാവിലെ പാടിയതും 4-ാം സങ്കീർത്തനം ഞാൻ സമാധാനത്തോടെ കിടന്നു രാത്രി പാടിയതാ എന്ന് പറഞ്ഞ ഓടിപ്പോയപ്പോഴും രാവിലെയും രാത്രിയിലും പാട്ടും പ്രാർത്ഥന ഉണ്ടായിരുന്നു. ജീവിതത്തിൽ പ്രതിസന്ധികൾ വരാം, പ്രശ്നങ്ങൾ വരാം, പോരാട്ടങ്ങൾ വരാം, പ്രതികൂലങ്ങൾ നിരവധി വരാം. പക്ഷെ പാട്ടും പ്രാർത്ഥനയും കുറയരുത്. നിന്റെ കുടുംബത്തിനകത്ത് ആരാധന അവൻ നിൽക്കരുത്, സ്തോത്രം പറയുന്ന അവൻ നിലയ്ക്കരുത്, പാട്ടും പ്രാർത്ഥന നിൽക്കരുത്. ഏത് സമയത്തും പാടി ദൈവത്തെ മഹത്വപ്പെടുത്തണം. ഹല്ലേലൂയ. അപ്പൊ ഓടിപ്പോയ കൂട്ടത്തിൽ പാടിയ സങ്കീർത്തനമാണ് 3-4. അതിൽ 4-ാം സങ്കീർത്തനത്തിൽ ദാവീദ് പാടുകയാ, എന്റെ നീതിയായ ദൈവമേ, എന്റെ നീതിയായ ദൈവമേ, ഞാൻ വിളിക്കുമ്പോൾ ഉത്തരമരുളേണമേ. എന്റെ നീതിയായ ദൈവമേ. അത് പറയാൻ കാര്യം, താൻ നോക്കിയിട്ട് ഈ ഭൂമിയിൽ നീതി കാണുന്നില്ല. എല്ലാവരും അനീതിയുടെ പക്ഷത്ത് നിൽക്കുക. തൻ്റെ സിംഹാസനം പോയി, കിരീടം പോയി, പൊൻചങ്കോല് പോയി, തലയിൽ ഇപ്പം തലമൂടിക്കൊണ്ട് ഓടുക, കാല് ചെരുപ്പില്ല. ഇതെല്ലാം അനീതി വർദ്ധിച്ചത് കൊണ്ട് സംഭവിച്ചതാണ്. ഇവിടെ ആരും നീതിയോട് ഇടപെടുന്നില്ല. അതുകൊണ്ട് ആ ഹൃദയവേദനയോടെ ദാവീദ് പാടുക, എന്റെ നീതിയായ ദൈവമേ. എന്നെ കേൾക്കുന്ന പ്രിയരെ, നീതിയോടെ വിധിക്കുന്ന ഒരു ദൈവമുണ്ട്, നീതിമാനായ ഒരു ദൈവമുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഒരുവൻ മാത്രമേ നീതിയുള്ളൂ, അത് സർവജ്ഞനായ ദൈവം. നീതിക്കായി മെഷിക്ക തന്റെ വഴിയൊരുക്കുമ്പോൾ നീതികേടിൻ വഴികളെ താൻ നശിപ്പിച്ചിടുമേ. നീതിക്കായി മിശിക തന്റെ വഴിയൊരുക്കുമ്പോൾ നീതികേടിൻ വഴികളെ താൻ നശിപ്പിച്ചിടുമേ. ഉണർന്നു ശോഭിപ്പീൻ, ദീപം തെളിയിപ്പീ, പറന്നു പോവാൻ കാലമേറ്റ അടുത്തു വരുന്നിതാ. വാനിൽ പറന്നു പോവാൻ കാലമേറ്റം അടുത്തു വന്നിതാ. ഓ, നീതിക്കായി മിശിക തന്റെ വഴിയൊരുക്കുമ്പോൾ നീതികേടിൻ വഴികളെ താൻ നശിപ്പിച്ചിടുമേ. നീതിക്കായി മഷിക തന്റെ വഴിയൊരുക്കുമ്പോൾ
നീതികേടിൻ വഴികളെ താൻ. അപ്പൊ എന്റെ നീതിയായ ദൈവമേ ഞാൻ വിളിക്കുമ്പോൾ പിന്നെ ഞാൻ ഞെരുക്കത്തിലിരുന്നപ്പോൾ നീ എനിക്ക് വിശാലത വരുത്തി, എന്നോട് കൃപ തോന്നി എന്റെ പ്രാർത്ഥന കേൾക്കണമേ. രണ്ടാം വാക്യം, പുരുഷന്മാരെ നിങ്ങൾ എത്രത്തോളം എന്റെ മാനത്തെ നിന്നയാക്കി. അയ്യോ, നിങ്ങളെല്ലാം കൂടി എന്റെ മാനത്തെ നിന്നയാക്കിയില്ലേ? പുരുഷന്മാരെ, ബഹുവചനമാ, പുരുഷാന്നല്ല. പിന്നെ അപ്പൊ ഇത് ഒരാൾ ചേർന്നുള്ള പണിയല്ല, ഇത് പലര് ചേർന്നുള്ള പണിയാണ്. ഒരാളിരുന്നാൽ നമുക്ക് തയ്ക്കാൻ വേവിച്ചാൽ എന്തിനാ വേവിച്ചാൽ ഇതെല്ലാം ഒപ്പിച്ചെന്ന് ചോദിക്കാം. ഇത് വേവിച്ചനല്ല, പല അച്ഛന്മാരാ. അതിൽ പ്രധാനപ്പെട്ട ഒരു അച്ഛനുണ്ട്. അങ്ങനെ ഇരിക്കട്ടെ. എന്നോട് അതിൻ്റെ ചുമതലപ്പെട്ടവര് പറഞ്ഞിപ്പം ഈ വിഷയം സംബന്ധിച്ചൊന്നും പറയണ്ട. അത് നിയമം പഠിച്ചവരും നിയമവശം ഉണ്ടല്ലോ, അതനുസരിച്ച് അവർ പറഞ്ഞത് കൊണ്ട് ഞാനിപ്പോൾ അങ്ങ് അടങ്ങിയിരിക്കുക. അതുകൊണ്ട് ഞാനൊരു പാഴ്വാക്ക് പറഞ്ഞ് പിന്നെ അതൊരു അപാകത വേണ്ട. അത് അവർ നിർദ്ദേശിക്കും പോലെ ആയിരിക്കും കാര്യം. അപ്പം അതുകൊണ്ട് അങ്ങനെ ഇരിക്കട്ടെ. എന്തായാലും ഇവിടെ ബഹുവചനമാ. പുരുഷന്മാരെ, നിങ്ങൾ എത്രത്തോളം എന്റെ മാനത്തെ നിന്നയാക്കി. അയ്യോ, നിങ്ങൾ നിന്നയാക്കി. നിങ്ങളെല്ലാം കൂടി നിന്നയാക്കിയില്ലേ? ഒന്നോർത്താ മതിയായിരുന്നല്ലോ. അഭിപ്രായ വ്യത്യാസവും ആശയപ്പശകും ഇപ്പം അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പറയാം. എന്നാൽ ഇത്ര ഈ കടുകൈ ചെയ്യരുതാ. സ്തോത്രം. നിങ്ങളെല്ലാം കൂടി ഒരാളല്ലല്ലോ, നിങ്ങളെല്ലാവരും കൂടെ ചേർന്ന് എൻ്റെ മാനത്തെ നിന്നയാക്കിയില്ലേ? ഒന്നും ഞാനിപ്പോൾ പറയുന്നില്ല. വായിച്ചു. മായയെ ഇച്ഛിച്ചു, വ്യാജത്തെ അന്വേഷിക്കും. നിങ്ങൾ എൻ്റെ മാനത്തെ നിന്നയാക്കി, ഈ മായയെ ഇച്ഛിച്ച് വ്യാജത്തെ അന്വേഷിക്കും. നിങ്ങൾ മായയുടെ പുറകെ പോവുക. മായ എന്ന് പറഞ്ഞാൽ നമ്മുടെ അപ്പുറത്തെ മായ അല്ല. മായ സകലതും ഈ കാണുന്നതല്ല മായ. കസേര അത് മായ, നിലനിൽക്കുന്നതല്ല. സൗന്ദര്യം അത് മായ, നിലനിൽക്കുന്നതല്ല. പണം അയ്യോ കുരുകില് പാറിപ്പോകും പോലെ പോകുന്നതാ. ഇതൊന്നും നിലനിൽക്കുന്നതല്ല, മായയാ. സങ്കീർത്തനത്തിൽ ഒരു വിഷയം പറഞ്ഞു വെച്ച് സങ്കീർത്തനക്കാരൻ പറഞ്ഞു, ഞാൻ പിന്നെ അതിനെ പോയി. ദുഷ്ടന്മാർ സ്വദേശീയ വൃക്ഷം പോലെ ഇങ്ങനെ തഴച്ചു നിൽക്കുന്നതൊക്കെ കണ്ടതാ. നല്ല തഴപ്പായിരുന്നു. നോക്കി നിന്നപ്പോഴല്ലയോ തഴച്ചങ്ങോട്ട് കയറി കുരുക്കെല്ലാം കൂടെ ഒപ്പിച്ചു. സങ്കീർത്തനക്കാരൻ പറയാ, കുറച്ച് നാൾ കഴിഞ്ഞ് ഞാൻ അതിലെ പോയപ്പം മായയെ നോക്കാതെ വണ്ണം മമ കൺകൾ നീ തിരിച്ചു. മായയെ നോക്കാതെ വണ്ണം മമ കൺകൾ നീ തിരിച്ചു. മക്കൾ ഗുരു നിൻ വഴിയിൽ എന്നെ നടത്തണമേ. മക്കൾ ഗുരു നിൻ വഴിയിൽ എന്നെ നടത്തണമേ. നിങ്ങൾ മായയെ ഇച്ഛിച്ചു, വ്യാജത്തെ അന്വേഷിച്ചു. നിങ്ങൾ വ്യാജത്തെ അന്വേഷിക്കുന്നു. ഈ മായയുടെ പുറകെ നിങ്ങൾ നടക്കുക പാടില്ല. മായയെ ഇച്ഛിച്ച് വ്യാജത്തെ അന്വേഷിക്കും. അടുത്തത്, യഹോവ ഭക്തനെ തനിക്ക് വേർതിരിച്ചിരിക്കുന്നു എന്നറിവിൻ. നന്നായിട്ട് വായിച്ച സാറാ. യഹോവ ഭക്തനെ, അങ്ങനെ വായിക്കേ. യഹോവ ഭക്തൻ എന്നല്ല, യഹോവ ഭക്തനെ തനിക്ക് വേർതിരിച്ചിരിക്കുന്നു എന്ന് അറിവിൻ. പിന്നെ ഞാൻ യഹോവയെ വിളിച്ചപേക്ഷിക്കുമ്പോൾ അവൻ കേൾക്കും. പാപം ചെയ്യാതിരിപ്പീൻ. നിങ്ങളുടെ കിടക്കമേൽ ഹൃദയത്തിൽ ധ്യാനിച്ച് മൗനമായിട്ടിരിക്കും. ഇത് രാത്രി പാടുന്ന സങ്കീർത്തനമാണ്. കൂടെയുള്ളവരുടെ കൂടെ ചേർന്നാ പറഞ്ഞത്, നടുങ്ങുവീൻ, പാപം ചെയ്യാതിരിപ്പീൻ. പിന്നെന്തോ ചെയ്യണം? നിങ്ങളുടെ കിടക്കമേൽ ഹൃദയത്തിൽ ധ്യാനിച്ച് മൗനമായിട്ട് ഇപ്പൊ ഇരിക്കണം. അതാ ഞാനൊന്നും മിണ്ടാതിരുന്നത്. ഈ വാക്യം അകത്തിരിക്കുന്നത് കൊണ്ടാ പല കാര്യത്തിലും അങ്ങ് പിന്നെ അല്ലാതെ പാപം ചെയ്ത് വെച്ചവരൊക്കെ കയറിയിരുന്നതല്ല. സ്തോത്രം.
ഒരുത്തൻ പറഞ്ഞ് ആ വീഡിയോ ഒരാൾ ചോദിച്ചു കണ്ടോന്ന് ചോദിച്ചു. പിന്നെ ഞാൻ കണ്ടു, സഹിക്കുകയല്ലെന്ന്. അയ്യോ, ഞാൻ പറയാ സഹിക്കത്തില്ല. ഞാൻ ഒരാളോട് ചോദിച്ചു, അതിനെ സഹിക്കാൻ പറ്റാത്ത സർവജ്ഞനായ ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചപ്പോൾ സൃഷ്ടിയുടെ വൈശിഷ്ട്യം നമുക്കെല്ലാം സഹിക്കാൻ പറ്റാവുന്നത് ദൈവം നമുക്ക് സൃഷ്ടിച്ചു. ആ രീതിയിലാണ് ദൈവം സൃഷ്ടിച്ചേക്കുന്നത്. ലവൻ പറയാ സഹിക്കാൻ മേലെന്ന്. സഹിക്കണ്ട. ആണ്ട ഒന്നും പറയുന്നില്ലെന്ന് ഓർത്താ പോട്ടെ. നിങ്ങളുടെ കിടക്കമേൽ ഹൃദയത്തിൽ ധ്യാനിച്ച് മൗനമായിരിക്കും. ഇപ്പൊ മൗനമായിട്ട് അങ്ങ് ഇരുന്നാ മതി. എടുത്ത് ആടി മറുപടി ഒന്നും പറയണ്ട, അഭിപ്രായം ഒന്നും പറയണ്ട, വിശദീകരണം ഒന്നും ഇപ്പം പറയണ്ട, ന്യായം പറയാനൊന്നും ഇപ്പം മുതിരണ്ട. ഷൂപ്പാസ് ഇന്നും എന്നോട് പറഞ്ഞു, അച്ഛൻ ആദ്യത്തെ ദിവസം ഒന്ന് പറഞ്ഞാൽ മതിയായിരുന്നു. പുസ്തകം എഴുതിയിരിക്കുന്നേ മൗനമായിട്ടിരിക്കുക, ദൈവം പ്രവർത്തിക്കും. നമ്മൾ മൗനമായിട്ടിരുന്ന പുള്ളി മനോവേദന കൊണ്ടായി പറയുന്നത്. അച്ഛൻ എന്തെങ്കിലും അങ്ങ് പറ. സ്തോത്രം. ഞാൻ പറഞ്ഞ ഇന്നും ഞാൻ പറഞ്ഞു മൗനമായിട്ടിരിക്കേ. സ്തോത്രം. പുസ്തകത്തിൽ എങ്ങനെയല്ലേ വാക്യം? കിടക്കമേൽ ഹൃദയത്തിൽ ധ്യാനിച്ച് മൗനമായിരിക്കും. എന്നെ അധികം വിളിക്കുന്നില്ല, പുള്ളിനെ എല്ലാവരും വിളിക്കുന്നത്. പുള്ളി സമാധാനം പറഞ്ഞ് അത് കുഴയുക. സ്തോത്രം. പുസ്തകം പഠിപ്പിക്കുന്നത് മൗനമായിട്ടിരിക്കെ. കിടക്കമേൽ ഹൃദയത്തിൽ ധ്യാനിച്ച് മൗനമായിട്ടിരിപ്പിൻ. അടുത്തത് നീതിയാഗം അർപ്പിപ്പീൻ. 6-ാം വാക്യം വായിച്ച നേരമില്ല. 6-ാം വാക്യം. നമുക്കാർ നന്മ കാണിക്കുമെന്ന് പലരും പറയും. അയ്യോ, പലരും പറയാ നമുക്ക് ഇനി വല്ല നന്മ കിട്ടുമോ? ആരേലും നമുക്ക് നന്മ ചെയ്യുമോ? നന്മയുടെ വഴി വല്ലതും ഉണ്ടാകുമോ? പലരും കൂടെയുള്ളവരൊക്കെ കുറെ പേരുമായിട്ടല്ലേ ഓടിയത്. രാത്രി ഇങ്ങനെ അഞ്ചി കിടക്കുക. അവർ കിടക്കാൻ കിണ്ണൊക്കെ കൊണ്ട് കൊടുത്ത് അതെല്ലാം കിടന്നും ഗോതമ്പും മലരുമൊക്കെ ഉണ്ടെന്ന് കഴിച്ചെല്ലാം കിടക്കുന്നതിനിടയിൽ ഇവന്മാർ ചരിത്രം പറയുന്നത് ഓടിപ്പോയപ്പോൾ കൂട്ടത്തിൽ ഓടി അങ്ങോട്ട് പോയപ്പോൾ കൂടെയുള്ളവർ ചോദിച്ചു, ഇയോടി ഇനി നമുക്കിനി ആരെങ്കിലും നന്മ ചെയ്യുമോ? ദാവീദിനോട് ചോദിച്ചു, അച്ഛാ എങ്ങോട്ടാണ് ഓടുന്നത്? അതിപ്പോൾ എങ്ങോട്ടാണെന്നും പറയാനൊക്കത്തില്ല, ഓടുക. എന്നാലും എവിടം വരെ ഒന്നും പറയാനൊക്കത്തില്ല, ഓടുന്നിടം വരെ ഓടുക. സ്പോൺസർമാരാരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ഒന്നും പറഞ്ഞിട്ടില്ല. ഇപ്പോൾ ഉള്ളതുകൊണ്ട് മിക്കവാറും പോകാനാ സാധ്യത. സ്തോത്രം. അപ്പൊ പിന്നെ നമ്മളിങ്ങനെ ഓടിയാലോ? നമ്മളങ്ങ് ഓടുക. അപ്പൊ ഇങ്ങനെ ഓടിപ്പോകുന്ന കൂട്ടത്തിൽ കൂടെയുള്ളവർ ചോദിച്ചു, നമുക്ക് ആ നന്മ കാണിക്കും, ആരേലും ഇനി നന്മ ചെയ്യുവോ? നന്മയുടെ വഴി വല്ലോ എന്ന് പലരും പറയും. അയ്യോ, പലരും പറയുക. കൂടെയുള്ളവരും ചോദിക്കുക. ഇനിയിപ്പോ കപ്പറം സഭയുടെ സ്ഥിതി എങ്ങനെയാന്നാ ഓർക്കുന്നത്. സ്തോത്രം. ഷൂപാസ്റ്ററെ കൊണ്ടത് ഒക്കുവെന്നുള്ളതാ ഒരു ചിന്ത. ഇനി ഷൂപാസ്റ്റർ ഓടുന്ന് പോയാൽ പിന്നെ ചന്ദ്രൻ പാസ്റ്ററും ശനി പാസ്റ്ററുമാ. അവരെ കൊണ്ട് ഒക്കുവെന്ന് തോന്നുന്നില്ല. പിന്നെ ആരാ? പിന്നെ സഹോദരന്മാര്. നീ ചുമ്മാ ഇരുന്ന് ദീർഘശ്വാസം വിടാതെ കുത്തിയിരുന്ന് പ്രാർത്ഥിക്ക്. അപ്പൊ ചോദിക്കാം, നമുക്ക് ആർ നന്മ കാണിക്കുമെന്ന് പലരും പറയുന്നു, പലരും ചോദിക്കുന്നു. അടുത്ത വാക്യം യഹോവേ നിന്റെ മുഖപ്രകാശം. അപ്പൊ ശ്രദ്ധിക്കുക, ഞാൻ ആ ഭാഗം പറഞ്ഞ് അവിടെ അങ്ങ് വിടാം. നമുക്കാർ നന്മ കാണിക്കുമെന്ന് പലരും പറഞ്ഞു. ഈ വിഷയം ഇവരെ രാത്രിയിൽ വിശ്രമിക്കുന്ന കൂട്ടത്തിൽ ദാവീദ് ഉറങ്ങുന്നതിന് മുമ്പ് പ്രാർത്ഥിച്ചപ്പോൾ ഒന്നുകൂടെ എടുത്തൊന്ന് ഉത്തരിച്ചു, റിപ്പീറ്റ് ചെയ്യുക. കർത്താവേ, എൻ്റെ കൂടെയുള്ളവരുമൊക്കെ ചോദിക്കുന്നു, ഇനി ആര് നന്മ ചെയ്യും? ആരേലും നന്മ ചെയ്യാനുണ്ടോ? നന്മയുടെ വഴി വല്ലതും തുറക്കുമോ? നന്മ വല്ലതും വരുമോ? ഇത് ഹൃദയവേദനയോടെ ദൈവത്തോട് പ്രാർത്ഥിച്ചു. ആ പ്രാർത്ഥന സ്വർഗം കേട്ടു. കണ്ടോ, 3 പേരെ ദൈവം എഴുന്നേച്ചു ഇപ്പൊ നന്മയ്ക്ക് വേണ്ടി. ശോഭി, മാഗീർ, ബർസില്ലായി. പ്രതീക്ഷിക്കാത്ത സമയത്ത്, പ്രതീക്ഷിക്കാത്ത ഇടത്ത്, ഉദ്ദേശിക്കാത്ത ചിലര്, ചിന്തിക്കാത്ത ചില വിഷയങ്ങളുമായി വന്ന് നന്മ ചെയ്തു. അതാ ദൈവത്തിന്റെ പ്രവൃത്തി. ഒരിക്കൽ പോലും ദാവീദ് ചിന്തിച്ചില്ല, ഈ ഓട്ടം ഓടി പോകുമ്പോ കിടക്കാൻ കിടക്ക കിട്ടുമോ, കിണ്ണം കിട്ടുമോ, അവൻ ഭക്ഷണം കാണുമോ, അവൻ കഞ്ഞിവെള്ളമെങ്കിലും കിട്ടിയാൽ മതി എന്ന് ചിന്തിച്ചായിരിക്കും ഓടിയത്. നമ്മുടെ നാടൻ രീതിയില് നമ്മ ഗോതമ്പ്, യവോ, മുന്തിരി, അത്തി, മാതള, ഒലിവും തേനും, അയ്യടാ സ്തോത്രം, അല്ല പശുവിൻ പാൽക്കട്ട എല്ലാം കൂടെ കൊണ്ട് യഥേഷ്ടം കൊണ്ട് കൊടുത്തേച്ച് പറഞ്ഞ് ആവശ്യത്തിന് കഴിച്ചോളാൻ പറഞ്ഞു. ഇതാ ദൈവത്തിന്റെ പദ്ധതി.
നമ്മുടെ വിചാരമല്ല ദൈവത്തിന്റെ വിചാരം, നമ്മുടെ വഴികളല്ല ദൈവത്തിന്റെ വഴി. നമ്മുടെ ദൈവം ആമേൻ നമുക്ക് നന്മയുടെ വഴി തുറക്കുന്ന ദൈവമാ. ശത്രു ഏത് വിധത്തിൽ നിന്നെ ആമേൻ അപകരിക്കുവാൻ തകർക്കുവാൻ പദ്ധതി കിട്ടാൻ, നിന്നെ ആദരിക്കാമെന്ന് ദൈവത്തിന്റെ വാഗ്ദത്തമുണ്ടെങ്കിൽ, നിന്നെ ഉയർത്താമെന്ന് ദൈവത്തിന്റെ വാഗ്ദത്തമുണ്ടെങ്കിൽ, നിന്നെ മാനിക്കാമെന്ന് ദൈവത്തിന്റെ വാഗ്ദത്തമുണ്ടെങ്കിൽ ഒരായുധവും നിനക്ക് ഫലിക്കത്തില്ല. അർമന ജലാധാര വൈഡപ്രമനപടമന നന്മയും കൃപയും നിത്യവും എന്നെ പിന്തുടരൂ. നന്മയും കൃപയും നിത്യവും എന്നെ പിന്തുടരൂ. പിന്മായ വീട്ടിൽ നിത്യത മുഴുവൻ ഞാൻ വാഴും. പിന്മായ വീട്ടിൽ നിത്യത മുഴുവൻ ഞാൻ വാഴും. അനുഗമിച്ചിടും ഞാൻ കുരിശിൽ മരിച്ചുയർത്ത അമനിന്നോ എന്നോ മാറ്റമില്ലാത്ത വല്ലഭനെ. ഓ ഇന്നോ എന്നോ മാറ്റമില്ലാത്ത വല്ലഭനെ. ശോധന വളരെ മേദിനിയിൽ ഉണ്ടെന്നാലും, ശോധന വളരെ മേദിനിയിൽ ഉണ്ടെന്നാലും, വേദനയേറും വേളകളേറെ വന്നാലും, വേദനയേറും വേളകളേറെ വന്നാലും അനുഗമിച്ചിടും ഞാൻ പരനേ. ഓ പരനേ കുരിശിൽ മരിച്ചുയർത്ത ഇന്നോ എന്നും മാറ്റമില്ലാത്തവനെ. ഇന്നോ എന്നോ മാറ്റമില്ലാത്തവനെ. കരമുയർത്തി ദൈവത്തിന് മഹത്വം കൊടുക്കുക. പ്രൈസ് ദി ലോർഡ്. അപ്പൊ ആര് നന്മ ചെയ്യുമെന്ന് ചോദിച്ച് ഓടി ഭാരത്തോട് മകനെയും ചെന്നപ്പോൾ 3 പേരെ ദൈവം ഒരുക്കി. ശോഭി, മാഖീർ, ബർസില്ലായി. ഇഷ്ടം പോലെ സാധനം കൊണ്ട് കൊടുത്തു. സ്തോത്രം. കഴിച്ചു ഊപ്പാട് വരിക. സ്തോത്രം. ആവശ്യത്തിന്. അതാ ദൈവത്തിന്റെ പദ്ധതി. സ്തോത്രം, സ്തോത്രം. അപ്പൊ ഇങ്ങനെ ഇവര് കഴിച്ച് ബലപ്പെട്ട് എന്തിനേറെ ഓടിപ്പോയപ്പോൾ ഈ പാടി ആര് നന്മ ചെയ്യും? നന്മയുടെ വഴി ദൈവം ഒരുക്കി. അത് ഭക്ഷിച്ച് ബലപ്പെട്ട് ഇവർ മുൻപോട്ട് പോയി. ഒടുവിൽ എബ്രയ വനത്തിൽ വെച്ച് യുദ്ധം നടക്കാൻ പോകുകയാണ്. ദാവീദ് തൻ്റെ കൂടെയുള്ളവരെയെല്ലാം കൂടെ സഹസ്രാധിപന്മാർ ശതാധിപന്മാരാക്കി വേർതിരിച്ചു. 3 പേരുടെ പക്കൽ ആൾക്കാരെ എല്ലാം നിർത്തി അബ്ശാലോമിനോട് പൊരുതാൻ. അപ്പം ഈ കാര്യങ്ങളെല്ലാം ക്രമപ്പെടുത്തിയിട്ട് ദാവീദും ഇവരുടെ കൂടെ യുദ്ധത്തിനൊരുങ്ങിയപ്പം അല്ലെ യോബാബും പ്രിയപ്പെട്ടവരും പറഞ്ഞു, വേണ്ട വേണ്ട വേണ്ട, നീ ഞങ്ങളുടെ കൂടെ അബ്ശാലോമിനോട് പടയെടുക്കാൻ പോവുക, വരണ്ട. ദാവീദ് പറഞ്ഞില്ലേ, ഞാനിവിടെ വരിക. അതിൻ്റെ കാരണം പറയാം. ഞങ്ങളിൽ ആരെയാലും പട്ടുപോയാൽ അത് വലിയ വിഷയമൊന്നും അല്ല, പക്ഷേ നീ പട്ടുപോയാൽ അത് പ്രശ്നമാണ്. അതിൻ്റെ കാരണം ദാവീദിനെ പറ്റി പറയുന്ന ഒരു പദമുണ്ട്. ദൈവത്തിന് സ്തോത്രം. നിങ്ങൾ 18-ാം അധ്യായം എടുത്താട്ടെ. 10,000 പേർക്ക് നീ തുല്യനാണെന്ന 3-ാം വാക്യം വായിച്ചേ. 18:3. ഞങ്ങൾ തോറ്റോടി എന്ന് വരികിൽ എന്നാൽ ജനം, അങ്ങനെ ചേർത്ത് വായിക്കുതാറാ. എന്നാൽ ജനം നീ വരേണ്ട. എന്നാൽ ജനം നീ വരേണ്ട. ദാവീദിനോട് പറയാ, ഈ യുദ്ധത്തിന് നീ വരേണ്ട. ഞങ്ങൾ തോറ്റോടി എന്ന് വരികിൽ, ഞങ്ങൾ തോറ്റോടി എന്ന് വരികിൽ ഞങ്ങളുടെ കാര്യം ആരും ഗണ്യമാക്കുകയില്ല. ഞങ്ങളുടെ കാര്യം ആരും ഗണ്യമാക്കുകയില്ല. പിന്നെ ഞങ്ങളിൽ പാതി പേർ പട്ടുപോയി എന്ന് വരികിലും, ഞങ്ങളിൽ പാതി പേര് പട്ടുപോയി എന്ന് വരികിൽ അതാരും ഗണ്യമാക്കുകയില്ല. ആരും ഗണ്യമാക്കില്ല. എന്നാൽ നീയോ ഞങ്ങളിൽ 10,000 പേർക്ക് തുല്യൻ. അതാ, നീയോ ഞങ്ങളിൽ 10,000 പേർക്ക് തുല്യൻ. ആകയാൽ നീ പട്ടണത്തിൽ ഇരുന്നു കൊണ്ട് ഞങ്ങൾക്ക് സഹായം ചെയ്യുന്നത് നല്ലതെന്ന് പറഞ്ഞു. ചെയ്താൽ മതി, അങ്ങോട്ട് യുദ്ധക്കളത്തിലോട്ടൊന്നും വരണ്ട. അപ്പം അബ്ശാലോമിനോട് പൊരുതാൻ പോവുക. അപ്പൊ ഇവര് പറഞ്ഞു, വരണ്ട, കൊണ്ടുപോവുകയല്ല, നീ ഇവിടെ ഇരുന്നാൽ മതി.
ദാവീദ് ആദ്യം ഒന്ന് ശടിച്ചു, ഞാനും വരികയാണ്. വേണ്ട വേണ്ട വേണ്ട, ഞങ്ങളാരെങ്കിലും പട്ട് പോയാൽ ഒന്നും വലിയ വിഷയമുള്ള കേസല്ല, നീ പോയാൽ പരുവക്കേടാ, 10,000 പേർക്ക് തുല്യനാ. അങ്ങനെ ദാവീദിനെ കൊണ്ടുപോയില്ല. അപ്പൊ കൊണ്ടുപോവുകയല്ലെന്ന് ഉറപ്പായപ്പോൾ ദാവീദിന് മനസ്സിലായി, ഇത് പരുവക്കേടായി. യവന്മാർ യോബാബും പിന്നെ ആരാ കൂടെയുള്ളവരെല്ലാം കൂടെ യോബാബിൻ്റെ കൈക്കീഴിലും പിന്നെ സഹോദരന്മാരുടെ അബീശായിയുടെ കൈക്കീഴും ഇത്തായിയുടെ കൈക്കീഴിലും 3 യോബാബ്, അബീശായി, ഇത്തായി, ഒന്നുക്കൊന്നൊക്കെ മെച്ചമുള്ള പുള്ളിക്കാരാ. ഇവരുടെ കൈക്കീഴിലായി വിടുന്നത്. യവന്മാർ സൂക്ഷം അബ്ശാലോമിനെ തട്ടും. അപ്പോൾ തട്ടാതിരിക്കാനാ ദാവീദ് പറഞ്ഞ് ഞാനും കൂടെ വരാം. അപ്പോൾ ഇത് പറഞ്ഞ് വേണ്ട വേണ്ട, നീ ഇവിടെ ഇരുന്ന കാര്യമൊക്കെ ക്രമീകരണം ലൈവിൽ കാണാം എന്നാ നടക്കുന്നുണ്ട്, അങ്ങോട്ട് പടക്കളത്തിൽ വരണ്ട, ഇവിടുന്ന് കണ്ടാൽ മതി. കൊണ്ടുപോകുകയല്ലെന്ന് ഉറപ്പായപ്പോൾ ആ ദാവീദിന്റെ ഹൃദയം നിങ്ങളൊന്ന് നോക്കിക്ക്. 5-ാം വാക്യം വായിച്ചേ. എന്നെ ഓർത്ത് കനിവോടെ പെരുമാറുവീനെന്ന്. നന്നായിട്ട് വായിക്കും സാറേ. എന്നെ അബ്ശാലോം കുമാരനോട് അതല്ലേ, അബ്ശാലോം കുമാരനോട് 4-ാം വാക്യം മുതൽ വായിര്, മുറിച്ച് വായിക്കാതെ. രാജാവ് അവരോട്, ദാവീദ് രാജാവ് അവരോട്, നിങ്ങൾക്ക് ഉത്തമമെന്ന് തോന്നുന്നത് ഞാൻ ചെയ്യാമെന്ന് പറഞ്ഞു. അടുത്തത്, പിന്നെ രാജാവ് പടിവാതിൽക്കൽ ഇരുന്നു. ജനമൊക്കെയും 100-100ആയും 1000-1000ആയും പുറപ്പെട്ടു. അടുത്ത വാക്യം, അബ്ശാലോം കുമാരനോട് എന്നെ ഓർത്ത് കനിവോടെ പെരുമാറുവീനെന്ന് രാജാവ് യോവാബിനോടും അബീശായിയോടും ഇത്തായിയോടും കൽപ്പിച്ചു. അപ്പന്റെ ഹൃദയം നിങ്ങളൊന്ന് നോക്കിക്കേ. ദാവീദ് രാജാവ് യോവാബിനോടും ഇത്തായിയോടും അബീശായിയോടും പറയാ, പിന്നെ എന്നെ ഓർത്ത് അബ്ശാലോം കുമാരനോട് നിങ്ങള് കനിവോടെ പെരുമാറണം. അബ്ശാലോം ആരാ? അയ്യോ, വിപ്ലവം ഉണ്ടാക്കിയവനാ. യെരൂശലേമിൽ ആൾക്കാരെ എല്ലാം കൂടെ സെലക്ട് ചെയ്ത് ദാവീദിനും ഭരണത്തിനുമെതിരെ വിപ്ലവം ഉണ്ടാക്കി. വിപ്ലവം എന്ന് പറഞ്ഞാൽ ഇവൻ എത്ര വീട്ടിൽ ചെന്ന കുരുക്കൊപ്പിച്ചെന്നറിയാമോ? ഫോൺ വിളിച്ച് ചെന്ന് കുരുക്കൊപ്പിച്ചു, വീട്ടിൽ ചെന്ന് പറഞ്ഞു കുരുക്കൊപ്പിച്ചു, ആൾക്കാരെ വണ്ടിയെ കൊണ്ടുപോയി കാപ്പി കൊടുത്തു കുരുക്കൊപ്പിച്ചു, കല്യാണി കയറി സാരി എടുത്തു കൊടുത്ത് ഒരു കുരുക്കൊപ്പിച്ച് സാരി മേടിച്ചവരൊക്കെ ഉണ്ട്. എന്തെല്ലാം കുരുക്കൊപ്പിച്ചതാന്ന് ഓർത്തോണം. വലിയ വിപ്ലവം ഉണ്ടാക്കി കളഞ്ഞു. അതാം ശാലോ ദാവീദിനെ സ്ഥാനഭ്രഷ്ടനാക്കി, തല മൂടി ഓടത്തക്ക വിധത്തിൽ വിഷയങ്ങൾ വഷളാക്കി, അധികാരമെല്ലാം നഷ്ടപ്പെടുത്തി, എന്തെല്ലാം വൈതരണി ഉണ്ടാക്കി വെച്ചു. ഇപ്പൊ താണ്ട ദാവീദിനെ കൊല്ലാനും നിൽക്കുക. പക്ഷേ ദാവീദിന്റെ ഹൃദയം നോക്കിക്കേ. ഈ നാശക്കൊള്ളിയെല്ലാം ഒപ്പിച്ചവനും വേണ്ടി ദാവീദ് പറയുക, അയ്യോ എൻ്റെ അബീശായി, ഇത്തായി, ആമേൻ, സ്തോത്രം, നിങ്ങൾ യോവാവേ എന്നെ ഓർത്ത് അവനോട് കനിവ് തോന്നുന്നു. ഇതുപോലൊരു അപ്പൻ നമുക്ക് സ്വർഗത്തിലുണ്ട്. ഒരു സ്വർഗീയ പിതാവ് നമുക്കുണ്ട്. ഞാനും നിങ്ങളും അക്രമങ്ങളും അനീതികളും ദൈവത്തിന് ഹിതമല്ലാത്ത, ദൈവത്തിന് ഇഷ്ടമില്ലാത്ത, ദൈവത്തിന് ഇഷ്ടപ്പെടാത്ത പല കാര്യങ്ങൾ ചെയ്തു, പ്രവർത്തിച്ചു, സംസാരിച്ചു, പല കാര്യത്തിൽ ഇടപെട്ടു. നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിലും ഇതിനു മുമ്പുള്ളതെല്ലാം രക്ഷിക്കപ്പെട്ട യേശു മായിച്ചു. അതിനുശേഷം ഇന്ന് വരെ എന്തെല്ലാം ദൈവത്തിന് ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ പറഞ്ഞു, പ്രവർത്തിച്ചു, ചിന്തിച്ചു. ദൈവസഭയ്ക്കും ദൈവദാസന്മാർക്കും ദൈവമക്കൾക്കും ദോഷം വരുന്ന എന്തെല്ലാം കാര്യങ്ങൾ പലരും ഞാനും നിങ്ങളുമൊക്കെ ചെയ്തെങ്കിലും ആ സ്വർഗീയ പിതാവിന്റെ മനസ്സ് നോക്കിക്കേ. എന്നെ ഓർത്ത് കനിവ് തോന്നണം. അയ്യോ, കനിവുള്ളൊരു പിതാവ് സ്വർഗത്തിലുണ്ട്, ദയയുള്ളൊരു ദൈവം സ്വർഗത്തിലുണ്ട്, ഒരു നല്ല പിതാവ് നമുക്ക് സ്വർഗത്തിലുണ്ട്. അതുകൊണ്ട് ഇന്ന് രാത്രിയിൽ നമ്മൾ ഇവിടെ ആയുസോടിരിക്കുന്നത് നമ്മുടെ വിശുദ്ധി കൊണ്ടല്ല, വേർപാട് കൊണ്ടല്ല, നമ്മുടെ പരിശുദ്ധി കൊണ്ടല്ല, നമ്മുടെ നീതി കൊണ്ടല്ല, നമ്മുടെ പുണ്യപ്രവൃത്തി കൊണ്ടല്ല, അല്ല, അവിടുത്തെ ദയയാ. വിലാപങ്ങൾ വായിക്കുക, നാം മുടിഞ്ഞു പോകാതിരിക്കുന്നത് അവിടുത്തെ ദയയാ. ദൈവത്തിന് മഹത്വം. ബാക്കി ഭാഗം നാളെ നമുക്ക് സംസാരിക്കാം. താഴ്ചയിൽ എനിക്കവൻ തണലേങ്ങി താങ്ങി